പിന്നെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, വിഷ്ണു ഉറൂബ്. വിഷ്ണു എന്ന് യഥാർത്ഥ പേര്, ഉറൂബ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥലപ്പേരാണ്. നമ്മളെ എഴുത്തുകാരൻ ഉറൂബ്, അദ്ദേഹം ജനിച്ച നാടാണ് ഉറൂബ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഞാൻ സ്ഥലപ്പേര് ഉറൂബ് എന്ന് ഉദ്ദേശിച്ച് മാത്രമേ ഉള്ളൂ. പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പൊ കുറച്ചായിട്ട് നല്ല ഹാപ്പിനെസ് ആണ്. നമ്മളെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാട്ടോ വരുന്നത്. വെച്ചാല് വീഡിയോസ് നിരന്തരമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൽ കിട്ടുന്ന ലൈക്ക് ആയിക്കോട്ടെ, അതിന് കിട്ടുന്ന വ്യൂവേഴ്സ് ഒക്കെ ആകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് മനസ്സിനൊക്കെ. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന അംഗീകാരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അക്കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു പ്ലാൻ, ഒരു പദ്ധതി, ഇങ്ങനത്തെ ഒരു വിഷയമായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിലത്തെ കഥ പറയുകയാണെങ്കിൽ വലിയൊരു കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് 3 മക്കളുണ്ട് വീട്ടിൽ, ഏട്ടന്മാരും എൻ്റെതുമായിട്ടുള്ളത്. എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് രുദ്ര രുക്മിണി എന്നാണ് മോളുടെ പേര്, 3 വയസ്സായി. പിന്നെ എൻ്റെ ഭാര്യ, ഉള്ളത് ഇല്ലാത്ത കണക്കൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആള് എൻ്റെ ഭാര്യട്ടാ. അപ്പോൾ കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാന്ന് വെച്ചാൽ വലിയ പാടാണ്. നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിട്ട് തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ ക്യാമറ കാണണ്ടാവില്ല, ക്യാമറ താഴത്ത് മണ്ണടിച്ചെടുക്കുന്നുണ്ടാവും. എൻ്റെ പിള്ളേര് അത് തട്ടിയിട്ടുണ്ടാവും. പിള്ളേര് തട്ടിയിട്ടിട്ട് എൻ്റെ ക്യാമറ, ഫസ്റ്റത്തെ ക്യാമറ പൊട്ടി. ഇത് സെക്കൻഡ് ക്യാമറയാണ് ഇപ്പോൾ ഇത് നമ്മളുടെ സാധനം. അതേപോലെ തന്നെ മൈക്ക്, ആദ്യത്തെ മൈക്കിന്റെ അങ്ങനെ അടർത്തിയെടുത്തിട്ട് അത് നടുകൊണ്ട് പൊളിച്ചിട്ട് അതോടുകൂടി അതിന്റെ പരിപ്പും കഴിഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ നല്ല ടാസ്ക്കാണ് നമുക്ക് വീട്ടിൽ വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് വീട്ടിൽ എടുക്കുന്നത് തന്നെ. ഇപ്പൊ ഈ ഒരു ഫോൺ തന്നെ 4 തവണ എറിഞ്ഞു പൊട്ടിച്ചു. 4 തവണ ഈ ഫോൺ എറിഞ്ഞ് അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഫോണിന്റെ അവസ്ഥ ആ ജാതി പിള്ളേരെ, നമ്മുടെ പിള്ളേര്. പിന്നെ വെച്ചാല് കോൺട്രാക്ട് ചെയ്യുന്ന പഠിപ്പും കാര്യങ്ങളൊക്കെ വെച്ചാല് ആദ്യമൊക്കെ വെച്ചൊക്കെ ഡ്രോപ്പ് ആക്കിയ സാധനങ്ങളാണ്. മംഗലാപുരം കർണാടകയിലിരുന്ന് പണി. എന്താ മോളെ, അതവിടെ എടുത്ത് വെച്ചിട്ടാ, നമ്മളെ മോളാണ്. അച്ഛാന്ന് വിളിച്ചാൽ നമ്മൾ എന്ത് പണിയിലാണ്, നമ്മൾ തിരിഞ്ഞു നോക്കണം. അല്ലെങ്കിൽ മക്കൾക്ക് നല്ലൊരു വിഷമമാണ്. കാരണം വെച്ചാല് ചിലർക്ക് അത് വിളിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ നമ്മളെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പണിയായാലും എന്ത് ജോലി ആയാലും അച്ഛാ എന്ന് നമ്മളെ കൊച്ചു വിളിച്ചാൽ നമ്മളെ വിളി കേട്ടിരിക്കണം. അതാണ് ഞാനിപ്പോ കേട്ടത്. ഇല്ലെങ്കിൽ എൻ്റെ മോള് വിഷമിക്കും. അപ്പൊ നമ്മള് എന്താ വെച്ചാല് പഠിപ്പൊക്കെ എന്ന് വെച്ചാല് 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞ് നേരെ നമ്മള് കർണാടകയ്ക്ക് നാട് വിട്ടു എന്ന് പറയാ, പഠിക്കാൻ വേണ്ടി പോയി. കർണാടക കരാവലി കോളേജിലാണ് എഞ്ചിനീയറിങ്ങിന് പോയത്. അത് ആഗ്രഹിച്ചിട്ട് അങ്ങോട്ട് ഡ്രോപ്പ് ആവാൻ കാരണം വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും. നമ്മളെ നാട് പണ്ടത്തെ നമ്മളെ വീട് എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല കേട്ടോ. നമ്മളെ പണ്ടത്തെ വീടിന് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. പണ്ടൊക്കെ നമ്മളെ വീട് എന്ന് വെച്ചാൽ ഒരുപാട് ശോചനീയമായിട്ടുള്ള അവസ്ഥകളായിട്ടുള്ള ഒരു വീടായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ നമുക്ക് വീടുമ്പോ പണി അടക്കലും വീടിന്റെ വെച്ചാൽ നമ്മൾ താഴ്ചകളെ കാരണം വെച്ചാൽ ഇവിടൊക്കെ നിറച്ചും വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അന്ന് വീട് പണിയൊക്കെ ചെയ്യാൻ വലിയ പാടായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്താണ് ആ വീട് പണി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പഠിപ്പിക്കാനൊക്കെ ഫണ്ട് വെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ ആണ് എടുത്തതെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യത്തെ ചെലവിനുള്ള ഫണ്ടൊക്കെ 1000 മൈൽ 2000 മൈലൊക്കെ കേട്ടില്ലേ, നമ്മള് 2ാമത്തെ മോനാണ് പോണ്. അപ്പോ പഠിക്കേണ്ട കാര്യത്തിൽ അന്നത്തെ നിത്യച്ചെലവിനൊക്കെ നമുക്ക് ഫണ്ട് അയച്ചു തന്നിരുന്നത് നമ്മളെ ജ്യേഷ്ഠന്മാരാണ്. അവരുടെ അടുത്തുനിന്നാണ് 1000 2000 ഒക്കെ ആയിട്ട് നമ്മള് മേടിച്ചിരുന്നത്. അപ്പൊ ഈ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ അതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ഇതാണ് നമ്മളുടെ മോള് രുദ്ര രുക്മിണി. അപ്പോൾ അങ്ങനെ ഞാൻ വീട് പണിയൊക്കെ നടക്കുമ്പോൾ വീട്ടില് നമ്മളുടെ അമ്മ, അച്ഛമ്മ, 2 ജ്യേഷ്ഠന്മാർ, ഇവർക്ക് കിടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സാഹചര്യങ്ങൾ. കാരണം ചെറിയൊരു സ്പേസിൽ ചെറിയൊരു വീടുണ്ടാക്കി കിടക്കുക. അപ്പം നമ്മൾ രാത്രി കിടക്കുന്നതൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള വീട്ടിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഫണ്ടില്ലാത്ത ബുദ്ധിമുട്ട് വിഷമം കൊണ്ടൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ എല്ലാം കഴിഞ്ഞ് പെയിന്റിങ്ങിന്റെ കോൺട്രാക്ട് ഒക്കെ എടുത്ത് അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ മറ്റു കോൺട്രാക്റ്റുകൾ മറ്റു നാട്ടിൽ ഒരുപാട് വേലകളും ജോലികളൊക്കെ ഉണ്ടല്ലോ. അക്കൂട്ടത്തിൽ ഒരുപാട് പരിപാടികൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വെച്ചാൽ അത് എന്താ കാരണം എന്ന് വെച്ചാൽ 2016 കാലഘട്ടത്തിലൊക്കെ ഞാനൊരു ലോക്കൽ ചാനൽ മീഡിയയിൽ വർക്ക് ചെയ്തു. അന്നൊന്നും ടിക്ടോക്കോ
ഇൻസ്റ്റാഗ്രാമും ഇല്ലാത്ത കാലഘട്ടമാണ്.